ലോകത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ആദ്യം തന്നെ സ്വയം മാറാൻ തയ്യാറാവണം. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത മാത്രമുണ്ടായാൽ പോരാ, പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും സധൈര്യം നേരിടുവാനുള്ള കരുത്തും ഉണ്ടായിരുന്നാൽ മാത്രമേ വിജയം കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ജീവിതത്തിൽ നമ്മൾ മാത്രം എങ്ങും എത്തിയില്ലല്ലോ എന്ന് ചിന്തിച്ച് ദുഃഖിച്ചിരിക്കരുത്. ഇപ്പോൾ മുതൽ പ്രവർത്തിച്ചു തുടങ്ങുക. ചിന്തിച്ചിരിക്കാനുള്ളതല്ല, പ്രവർത്തിക്കാനുള്ളതാണ് ജീവിതം. ഒരു പുരുഷനെ മാനസികമായി സ്വാധീനിച്ച സ്ത്രീയായിരിക്കും അയാളുടെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകൾക്കെല്ലാം കാരണക്കാരി. ചില മനുഷ്യർ നമ്മളെയും നമ്മുടെ ആത്മാർത്ഥതയെയും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കും. എന്നാൽ മറ്റു ചില മനുഷ്യർ എത്ര കാലമായാലും നമ്മുടെ ഗുണഗണങ്ങളെക്കുറിച്ച് സംശയാലുക്കളായിരിക്കും. മറ്റൊരു മനുഷ്യൻ്റെ മനസ്സിനെ നോവിക്കാത്ത തരത്തിൽ സംസാരിക്കാനും പെരുമാറുവാനുമുള്ള കഴിവാണ് ഒരാളുടെ ഏറ്റവും ഉന്നതമായ ഗുണം. അഭിനയിക്കാതെ ജീവിക്കുക, ആശ്രയിക്കാതെ സ്നേഹിക്കുവാനും പ്രതിരോധിക്കാതെ കേൾക്കുവാനും അപമാനിക്കാതെ സംസാരിക്കുവാനും ശീലിക്കുക. ശത്രുക്കളെക്കാൾ കൂടുതൽ ദ്രോഹികളും സ്നേഹിക്കുന്നവരെക്കാൾ കൂടുതൽ സ്നേഹം നടിക്കുന്ന മനുഷ്യരുമാണ് ഈ ലോകത്തുള്ളത് എന്ന കാര്യം മറക്കാതിരിക്കുക. നിങ്ങളെ മനസ്സിലാക്കാതെ അകന്നുപോയവരോട് ഒരിക്കലും ദേഷ്യം കാണിക്കരുത്. പകരം അവരെ കാണുമ്പോൾ സൗഹാർദ്ദപരമായ ഒരു നല്ല പുഞ്ചിരി സമ്മാനിച്ചു നോക്കൂ. നിങ്ങളെ വിട്ടുപോയതിൽ അവർക്ക് കുറ്റബോധം തോന്നും. സ്നേഹമുള്ളവർക്ക് മുൻപിൽ താഴ്ന്നു കൊടുക്കുക എന്നത് സന്തോഷമുള്ള ഒരു കാര്യമാണ്. എന്നാൽ സ്നേഹം ഒരിക്കലും അഭിനയം മാത്രമാകരുത്. അത് നമ്മളോടും മറ്റുള്ളവരോടും ചെയ്യുന്ന ദ്രോഹമാണ്. ജീവിതത്തിൽ ഒരിടത്തും തോൽക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് അവരുടെ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളുമെല്ലാം മറ്റുള്ളവരിൽ നിന്നും മറച്ചു പിടിച്ച് ജീവിക്കുന്നത്. പിന്നിൽ നിന്നും കുത്തുന്ന ആളുകളോട് ഒരു നന്ദി പറയാൻ ഒരിക്കലും മടിക്കരുത്. കാരണം എല്ലാം കൊണ്ടും നമ്മളിപ്പോഴും അവർക്ക് മുന്നിൽ തന്നെയാണെന്ന് അവരാണല്ലോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അങ്ങോട്ട് കൊടുത്താൽ മാത്രം തിരിച്ചു കിട്ടുന്ന ഒന്നാണ് ബഹുമാനം. തൻ്റെ കണ്ണീരാണ് പുരുഷനെ മാനസികമായി തൻ്റെ വഴിക്ക് കൊണ്ടുവരുവാൻ സ്ത്രീ ഉപയോഗിക്കുന്ന ഏക തന്ത്രം.